ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം UDF ഭരണസമിതിയിലേക്കും 2017 നടന്ന കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി SITക്ക് നിർദ്ദേശം നൽകി. പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തായിരുന്നു പുനർനിർമ്മാണം. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് LDF പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയും ആ പ്രതിരോധത്തിലേക്ക് UDF LDFനെ നീക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇതിപ്പോൾ തിരിഞ്ഞു വരുന്നത്. LDF മാത്രമല്ല UDFും ഉത്തരം പറയേണ്ടി വരുമെന്നതാണോ സാഹചര്യം? നിലവിലെ സാഹചര്യം അത് തന്നെയാണ് ശ്രീജ. കാരണം ഇപ്പോൾ അന്വേഷണം വന്നിരിക്കുന്നത് ഇപ്പോൾ പുതിയ തലത്തിലേക്ക് ഒരു പുതിയ കേസ് കൂടി എടുക്കുന്നത് കാര്യം കൂടി അറിയിച്ചിരിക്കുന്നു. അതിന് അനുമതിയായിരിക്കുന്നത് 2017 കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ് പുതുതായി വന്നിരിക്കുന്നത്. അന്ന് UDFിൻ്റെ ഒരു ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ഇതിൻ്റെ ഭരണസമിതിക്ക് സാരഥ്യം നൽകിയിരുന്നത്. ഏതായാലും ഈ കാലത്ത് നിർമ്മിച്ച ഈ കൊടിമര നിർമ്മാണം സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്താനാണ് അപ്പോൾ തീരുമാനം ആയിരിക്കുന്നത്. പ്രധാനമായും അതിലേക്ക് തിരിയുന്നത് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഈ പരിശോധനയിൽ വാജിവാഹനമടക്കം കണ്ടെടുത്തതോടുകൂടിയാണ് ഈ അന്വേഷണം ഈ ദിശയിലേക്കടക്കം മാറുന്നത്. എന്തായാലും അങ്ങനെ UDFിൻ്റെ ഒരു കാലഘട്ടം കൂടി ഇതിലേക്ക് വരുന്നു എന്നത് തന്നെയാണ് ഈ നിമിഷത്തിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ നിമിഷം അത്രയും തീർത്തും പ്രതിരോധത്തിലായിരുന്ന ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM അടക്കം ഇതിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു പുതിയ ദിശയിലേക്കടക്കം അന്വേഷണം നീങ്ങുന്നു എന്നതാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ വാദങ്ങളാണ് നടന്നിരുന്നത്. പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോൾ UDF നേതാക്കളടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായി. ഈ SITയെ സർക്കാർ ഉപയോഗിക്കുകയാണ്, പ്രത്യേകം രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിന്നിരുന്നു. അതിനുവേണ്ടി ഇവരെ ഉപയോഗപ്പെടുത്തുകയാണ്, അത് വരും ദിവസങ്ങൾ വ്യക്തമാകുമെന്നതെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഈ രീതിയിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇത്തരം സൂചനകളിൽ നിന്ന് വ്യക്തമായിരുന്നത്. അതുപോലെ തന്നെ ആയിരിക്കുന്നു ഇപ്പോൾ 2017 UDF കാലഘട്ടം അടക്കമുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമാണ് അനുബന്ധ നടപടികളിലാണ് ഈ കാര്യങ്ങൾ അത്രയും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ കോടതിയിൽ നിന്നുണ്ടായ ഒരു അനുമതി എന്ന് പറയുന്നത് കട്ടിലപ്പാളി ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരിശോധനയുണ്ട്. അതിൻ്റെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന, സ്വർണം കൃത്യമായ അളവിൽ വന്നു, അതോടൊപ്പം തന്നെ ഈ സ്വർണം മാറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയുന്നതിന് വീണ്ടും പരിശോധന നടത്താനുള്ള ഒരു അനുമതിയിലേക്ക് അടക്കം പോയിട്ടുണ്ട്. വീണ്ടും പരിശോധന നടത്താൻ അനുമതി നൽകിയിരിക്കുന്നു. ഈ ഫെബ്രുവരിയിൽ തന്നെ അതിൻ്റെ 12-ന് അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ആ പരിശോധനയ്ക്ക് അയക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു ഏജൻസി കൂടി പരിശോധിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ VSSC ആയിരുന്നു ഇത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്തിയിരുന്നതെങ്കിലും ഇതിപ്പോൾ മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിലേക്ക് അടക്കം, അവിടുത്തെ മെട്രോളജി ലാബിലേക്ക് അടക്കം പരിശോധനയ്ക്ക് നൽകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെ 2 ഏജൻസികൾ ഇക്കാര്യങ്ങളിൽ പരിശോധന നടത്തുന്നു എന്നതാണ് വളരെ ഗൗരവതരമായ രീതിയിലേക്കടക്കം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ മാറുന്നു അല്ലെങ്കിൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫെബ്രുവരി 19-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കും. ഒരുപക്ഷെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന സമയപരിധി ഇതിനകത്ത് അവസാനിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ സമയപരിധി ഹൈക്കോടതി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നീട്ടി നൽകുന്നത് തന്നെയായിരിക്കും. അതനുസരിച്ച് ഈ കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും സമയപരിധി അടക്കം നീട്ടി നൽകാൻ തന്നെയാണ് സാധ്യത. വളരെ സുപ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്ത് വരേണ്ടതുണ്ട്. എന്തായാലും നിർണായകമായ പല കാര്യങ്ങൾക്കും ഹൈക്കോടതി നിന്ന് അനുമതിയായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം വീണ്ടുമുള്ള പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയത് എന്നത് തന്നെയാണ്. ഒപ്പം തന്നെയും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം 2017 കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ കൂടി ഹൈക്കോടതിയിൽ ഇക്കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.